ഹലോ, അങ്ങനെ എൻ്റെ മോക്ക് ഇന്ന് 3 വയസ്സായി. മാഷാ അല്ലാഹ്. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കഷ്ടപ്പാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായത്, നമ്മുടെ കുട്ടികളുടെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഫോട്ടോസ് അങ്ങനെ എടുക്കണം, വീഡിയോ ഇങ്ങനെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ കുട്ടികളുടെ അപ്പോഴത്തെ സ്വഭാവം പോലെയും നമ്മുടെ ക്ഷമ പോലെയും. അങ്ങനെ ഞങ്ങളിപ്പോൾ റൂമിൽ കുറച്ച് യാത്ര ചെയ്ത് ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നത് എന്തിനെന്ന് വെച്ചാൽ, ദാ ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ച് അന്നുവിനെ സന്തോഷിപ്പിക്കാൻ കണ്ടപ്പോഴൊക്കെ ഇതാ ഒരാൾ അവളെക്കാളും വലിയ കത്തിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ദേ ഇവിടെ ഒരാൾ കേക്ക് എനിക്കുള്ളതാ എന്ന് പറഞ്ഞ് വരികയാണ്. ഷെടാ, അപ്പോഴേക്കും അത് അവളുടെ പപ്പ പിടിച്ചു വെച്ചു. അപ്പൊ തന്നു എന്നാ ഞാൻ കേക്ക് മുറിക്കാട്ടോ എന്ന് പറഞ്ഞ് അവള് മുറിക്കാൻ തുടങ്ങി. കേക്ക് മുറിക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന ഗാനം അവതരിപ്പിച്ച് ഒരു പീസ് കേക്ക് കഴിക്കലോട് കൂടി അവള് ഹാപ്പിയായി. പിന്നെ നമ്മളും കഴിച്ച് അങ്ങനെ പപ്പയുടെ വക ഒരു കുഞ്ഞു ഗിഫ്റ്റും കൊടുത്തപ്പോഴാണ് അവള് ശരിക്കും ഹാപ്പി ആയത്. അവളെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങളും ഹാപ്പിയായി. ശരിക്കും എന്നെ പോലെ ചില ആളുകളൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യും. പക്ഷെ അപ്പൊ അവർക്ക് അത് എന്താന്ന് പോലും അറിയില്ല. 3 വയസ്സാകുമ്പോഴാണ് ശരിക്കും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. അപ്പോഴാണ് അവർക്ക് നല്ല മനസ്സിലാവും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ അന്നുവിൻ്റെ സന്തോഷവും. ചെറിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ വലിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്തായാലും അവർ ഹാപ്പി ആയിരിക്കും. മെയിനായിട്ട് അവരുടെ എക്സ്പ്രഷൻ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊണ്ടു കൊടുക്കും. ദാ ഇവിടെ കിട്ടിയ ഗിഫ്റ്റ് പൊളിക്കുന്ന തിരക്കില്ല. പിന്നെ എന്ത് ഗിഫ്റ്റ് കൊടുത്താലും 1-2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ എന്തെങ്കിലും ഭാഗം കേട് വന്നിട്ടുണ്ട്. കേട് വരുന്നതല്ല കേട്ടോ, അവൾ തന്നെ വരുത്തുന്നതാണ്. ഇപ്പോൾ അതേ വാച്ചൊക്കെ കെട്ടി സൂപ്പറായി സുന്ദരിയായി ഇരിക്കുകയാണ്. എന്നാൽ പിന്നെ ഒരു ഫോട്ടോക്കൊക്കെ പോസൊക്കെ ചെയ്ത് കളിച്ചിട്ട് വരാം. ഇന്നത്തെ കളിയൊക്കെ ഇവിടെ കഴിഞ്ഞു. നമ്മൾ ഇനി റൂമിലോട്ട് പോണു. അപ്പോൾ ഓക്കെ, ബൈ.